ഇനി നിങ്ങൾ +1 അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. അപ്പോൾ അതായത് പലരും മിസ്റ്റേക്ക് സംഭവിക്കുന്ന നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റ് കിട്ടാതെ നിങ്ങൾ പലരും വിഷമിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് 25-ാം തീയതിക്ക് ശേഷമാണ്. സമയമുണ്ട്, അതൊന്നും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. സമയമുണ്ട്. ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, അതിൽ ചിലപ്പോൾ റീചാർജ് ചെയ്യാത്ത മൊബൈൽ ഫോൺ, SMS വരാത്ത മൊബൈൽ ഫോൺ, ഇതിലേതെങ്കിലും നമ്പർ കൊടുത്താൽ പിന്നെ ഇത് നമുക്ക് ഒരു എഡിറ്റ് പോലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് എന്തൊരു കാര്യം ചിലപ്പം ഫർദർ എഡിറ്റ് ചെയ്യണമെങ്കിൽ OTP വരേണ്ടി വരും. ആ OTP ചിലപ്പം നിങ്ങൾക്ക് ഈ മെസ്സേജ് അല്ലെങ്കിൽ സർവീസില്ലാത്ത മൊബൈൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തെങ്കിലും അത് വരില്ല, ആദ്യം ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കും, മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ആക്റ്റീവ് ആവുന്ന അച്ഛനോ അമ്മയോ യൂസ് ചെയ്യുന്ന നിരന്തരം ഉപയോഗിക്കുന്ന എപ്പോഴും അവൈലബിൾ ആയ മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ അവിടെ ഷോപ്പിൻ്റെ മെയിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല, അത് കൃത്യമായൊരു മെയിൽ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അക്ഷയം ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം. രണ്ട് സമയത്തും കൃത്യമായി വർക്ക് ചെയ്യുന്ന മൊബൈൽ ഫോൺ എപ്പോഴും ആക്റ്റീവായി ഉപയോഗിക്കുന്ന ഒരു മെയിൽ ഐ ഡി ഉള്ളത് രണ്ടും നല്ലതാണ്. അടുത്ത് ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോകുന്നൊരു സാഹചര്യം. കാരണം ആപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടുക, അത് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. കാരണം ആപ്ലിക്കേഷൻ നമ്പറായി പലപ്പോഴും നമ്മുടെ യൂസർ ഐ ഡി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ യൂസർ ഐ ഡി വളരെ പ്രധാന നമ്പർ ആയിരിക്കും. യൂസർ ഐ ഡി ഉണ്ടാവും, പേരൊന്നല്ല നമ്പർ. ആ നമ്പർ നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അടുത്തൊരു കാര്യം, അതായത് നമുക്ക് പലപ്പോഴും ഒരു ചിലപ്പോൾ ഫുൾ A+ കുട്ടിയായിരിക്കാം. ഒരു സ്കൂളിൽ ചിലപ്പോൾ ഒരു കോഴ്സിന് ആകെ സീറ്റ് 60 സീറ്റ് 50 സീറ്റ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ഫുൾ A+ ഉള്ള 60 കുട്ടികളും ആ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴാണ് നമ്മൾ നോക്കുന്നതാണ് ബോണസ് മാർക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ NCC ആയിക്കോട്ടെ, SPC ആയിക്കോട്ടെ, സ്കൗട്ട് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ബോണസ് പോയിന്റുകൾ ഇതൊക്കെ നിങ്ങൾ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങളുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ടിക്ക് ഇടാനുള്ള കോളുണ്ട്. അത് NCC ആണോ, സ്കൗട്ടാണോ അല്ലെങ്കിൽ ക്ലബ്ബാണോ, അത് കൃത്യമായി നിങ്ങൾ അവിടെ ഇട്ടെന്ന് ഉറപ്പാക്കണം. ഇല്ലാത്തൊരു സാധനം ഇടാനും പാടില്ല, ഉള്ള സാധനം ഇടാൻ മറന്നു പോവുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഫൈനൽ കൺഫർമേഷൻ നടത്തുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ബോണസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ള സ്കൗട്ടോ NCCയോ ലിറ്റിൽ ഗൈഡ്സോ നിങ്ങൾ സ്പോർട്സിനോ ഏതാണോ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള എന്തെല്ലാം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് കറക്റ്റ് നിങ്ങൾ അവിടെ കൊടുത്തെന്ന് ഉറപ്പാക്കാം. അതുപോലെ തന്നെ സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കാരണം നമുക്ക് ഏകദേശം 50ഓളം സ്കൂളുകൾ കൊടുക്കാൻ കഴിയും. എങ്കിൽ എല്ലാ സ്കൂളും കൊടുത്തേക്കാം, എവിടെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി എല്ലാ സ്കൂളും കയറി കൊടുത്താൽ, അതായത് നിങ്ങൾക്ക് പോയി വരാൻ ബുദ്ധിമുട്ടില്ലാത്ത സ്കൂൾ ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ദൂരം 2-3 ബസ് കയറി പോകുന്ന സ്കൂൾ എത്താൻ വേണ്ടിയിട്ട് അവസാനം അവിടെയാണ് കിട്ടിയത്. കാരണം തേർഡ് അലോട്ട്മെൻറ്റിലും അവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ നിർബന്ധമായി അവിടെ പോയി എന്തെടുക്കണം, അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു വർഷം പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊരിക്കലും ഒരു എളുപ്പ പരിപാടിയായി നിങ്ങൾ ഇതിനെ കാണരുത്. സ്കൂൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങളുടെ ചുറ്റളവിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന, അതായത് പോയി വരാൻ കൃത്യസമയത്തിനുള്ളിൽ പോയി വരാൻ കഴിയുന്ന സ്കൂളുകൾ മാത്രം കൊടുക്കാം. ആ സ്കൂൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ കോഡ് തന്നെയാണോ നിങ്ങൾ കൊടുത്തത്, സ്കൂൾ കോഡ് എന്താണ്, ഓരോ സബ്ജക്റ്റിൻ്റെ കോഡ് എന്താണ് ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ്, അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓൾറെഡി ഞാൻ ചെയ്തൊരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതിൽ കറക്റ്റ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഏതൊക്കെയാണ് സ്കൂൾ കോഡുകൾ, ഏതൊക്കെയാണ് കോഴ്സ് കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി ഇവിടെ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾ ആ വീഡിയോ കാണാം. അപ്പോൾ ആ കോഴ്സും കോഡും റെഡിയാണ് എന്നുകൂടി നിങ്ങൾ ഉറപ്പാക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഏതെങ്കിലും ഒരു സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് സയൻസിന് പകരം ചിലപ്പോൾ കൊമേഴ്സിന് പകരം ഹ്യൂമാനിറ്റീസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മൊബൈൽ നമ്പർ, മെയിൽ ID, ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ബോണസ് സർട്ടിഫിക്കറ്റ് NCCയോ SPCയോ സ്കൗട്ടോ സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അവിടെ സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്കൂൾ വെറുതെ എവിടെ പോയിട്ടല്ല, നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തല്ല നിങ്ങൾ സ്കൂൾ ഇപ്പോഴാണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് കോഴ്സ് കോഡ് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ അടുത്തുള്ള അതെങ്ങനെ അറിയാൻ നിഹാൽ സാറെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. പ്രോസ്പെക്ടേഴ്സിൽ അതത് ജില്ലയിലെ സ്കൂളുകളനുസരിച്ച് നിങ്ങൾ അക്ഷയ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ എവിടെയെങ്കിലൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതിനൊക്കെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ തയ്യാറാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അടുത്തൊരു സംശയമായിരിക്കും, എപ്പോഴായിരിക്കും നിങ്ങളുടെ റിവാലുവേഷൻ്റെ റിസൾട്ട് വരിക എന്നുള്ളതാണ്. മിക്കവാറും റിവാലുവേഷൻ റിസൾട്ട് മെയ് 25-നുള്ളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇനി വൺസ് അത് ലേറ്റ് ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കലി മാർക്ക് കൂടുതൽ അപ്ഡേറ്റ് ആവും. ഇപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തതിന് ശേഷം വന്നാൽ സാറേ എൻ്റെ A+ ആയി കഴിഞ്ഞാൽ അതിനെ ബാധിക്കും, അങ്ങനെയൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിലേക്ക് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ ഒരിക്കലും എന്ത് ചെയ്യുക, സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക്